ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് യഥാർത്ഥത്തിലുള്ള എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന സ്വർഗം എന്ന് പറയുന്ന മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമുഖം ഒരു പരീക്ഷണാലയമാണ് എന്ന് വ്യക്തമായി അറിയുന്ന ആളുകളാണ് വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്. പരാജയപ്പെട്ടാൽ വൻ ദുരന്തവും, വിജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ ഒരു മനസ്സും ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഇല്ലാത്ത സുഖ സൗകര്യങ്ങളും, ആലോചിക്കുവാൻ കഴിയാത്ത, ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന, ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാവുന്ന ശാശ്വതമായ സ്വർഗവുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ ചതിച്ചരക്കുകളിൽ പെട്ടുപോവാതെ ഈ ദുനിയാവിനെ മുഴുവനും ഒരു മസ്റ, ആഖിറത്തേക്കുള്ള അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തേക്കുള്ള ഒരു കൃഷിയിടമാക്കി മാറ്റുകയും ചെയ്യുവാൻ ആർക്കാണോ സാധിച്ചത്, അത് അപൂർവരിൽ അപൂർവമാണ് എങ്കിലും അവർക്കാണ് അല്ലാഹു സ്വർഗം വെച്ചിട്ടുള്ളത്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവത്തിൽ കാണുന്നു എന്ന് ഓരോ നിമിഷവും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ശരീരവും ആത്മാവും കൂടിയതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ശ്വാസോച്ഛ്വാസം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ പ്രാധാന്യമാണ് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്ർ എന്ന് പറയുന്നത്. എപ്പോഴാണോ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ശരീരം മരിച്ചു പോകുന്നത്, അതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നൊരാൾ വിട്ടുപോയാൽ അതോടുകൂടി അയാളെ ദുനിയാവ് പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട്
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സദാസമയം ഇപ്പൊ ജുമായാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജുമാ കഴിഞ്ഞാലും നിങ്ങൾ ഫദ്ല് തേടിക്കോ, കുഴപ്പമില്ല. പക്ഷേ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് വലിയൊരു ദിക്ർ കഴിഞ്ഞിട്ട് പോയി ദുനിയാവിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോഴും ധാരാളമായിട്ട് സ്മരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു അനിവാര്യമാണ്. അതുകൊണ്ടാണ് വഹുറും അസറും മഗ്രിബും ഇശായും സുബഹിയും പിന്നെ സുന്നത്തുകളും പിന്നെ നോമ്പുകളൊക്കെ വെച്ച് തന്നിരിക്കുന്നത്. ഈ സ്മരണ അതിൽ നിന്ന് എപ്പോഴാണോ വ്യതിചലിച്ചു പോകുന്നത് അതൊരു മനുഷ്യന്റെ നാശമാണ്. അതുകൊണ്ട് നീ നിന്റെ കമ്പനി, അതായത് നിന്റെ കൂട്ടുകെട്ട്, അത്തരം ആളുകളോട് നീ ചേർന്ന് നിൽക്കുക, എപ്പോഴും അവരുമായി സഹവസിച്ചുകൊണ്ടേയിരിക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗ അന്ന ലി ഇബ്നി ആദം വാദിയം മിൻ ദഹബിൻ, ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ ഉണ്ടായി. സ്വർണത്തിന്റെ വിലയൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ ഉണ്ടായാലും അവന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അഹബ്ബ യകൂന ലഹു വാദിയാനി, തനിക്ക് മറ്റൊരു താഴ്വര കൂടി ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കും. അതാണ് അവന്റെ മനസ്സെന്ന് പറയുന്നത്. അതും കൂടി അങ്ങോട്ട് കിട്ടിയാൽ, ഇപ്പൊ ഇതിപ്പോ ഞാൻ ഇത്ര ശ്രമം നടത്തിയപ്പോഴേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര ഒന്നും ക്ഷമ വേണ്ടി വരില്ല അടുത്തത് കിട്ടാൻ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത മനുഷ്യരിൽ ഉള്ളതാണ്. എന്നിട്ട് ഈ ഹദീസ് തന്നെ ബാക്കി പറയുന്നത് അലം യംലഉ ഫാഹു ഇല്ല തുറാബ്, മണ്ണ് കൊണ്ടല്ലാതെ അവന്റെ വായ അല്ലെങ്കിൽ വയറ് നിറയുകയില്ല എന്നാണ്. അതായത് ഖബറടക്കപ്പെട്ടാലേ ഇവന്റെ ഈ ആഗ്രഹം, എല്ലാ മനുഷ്യരുടെയും അവസ്ഥയെ കുറിച്ചല്ല പറയുന്നത്. ഇതിനൊക്കെ രക്ഷപ്പെടുന്നവരാണ് വിശ്വാസി. പക്ഷെ അധിക ജനങ്ങളും അങ്ങനെയാണ് ഉണ്ടാവുക. അതും കൂടെ ഇതും കൂടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു. ബാക്കിയുള്ള സമയം കിട്ടിയാൽ അതും പോയിട്ട് എന്ത് ചെയ്യാം, പരലോകത്തേക്ക് ഇനി പോവാനുള്ള ഒരു 10 വർഷം ഇനി 5 വർഷമൊക്കെ കിട്ടിയെങ്കിലായി, അത്രേ ഉള്ളൂ. അത്രത്തോളം അവസാനത്തിൽ എത്തിയാലും അവന്റെ ചിന്ത ദുനിയാവ് വേണ്ടതുണ്ട്, പക്ഷെ ആഖിറത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് അനുഗ്രഹീതം തന്നെയാണ്. പക്ഷെ അധിക ജനങ്ങൾക്കും അത് സാധ്യമാവുകയില്ല. അവന്റെ വയറ് നിറയില്ല. എന്തുകൊണ്ടല്ലാതെ ഈ മണ്ണുണ്ട്. അതുകൊണ്ടാണല്ലോ പോസിറ്റീവായിട്ടല്ല ഈ പ്രവാചകൻ ഈ മനസ്സിനെ പറയുന്നത്. ഒരു താഴ്വരം കൂടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തെ പോസിറ്റീവായിട്ടല്ല ഈ ഹദീസിൽ പ്രവാചകൻ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ അക്ര ഉള്ള മനസ്സ് ഏതെങ്കിലും തലത്തിൽ എത്ര അളവിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, വയതൂബുല്ലാഹു അലാ മൻ കാന, അല്ലാഹു പശ്ചാത്തപിച്ചവരുടെ പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും. ശരിയല്ലാത്ത കാരണം എന്താല് ഈ വിശുദ്ധ ഖുർആൻ തന്നെ നേർക്ക് നേരെ പറഞ്ഞതാണ്. അതായത് ദുനിയാവ് വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. ഇത്തക്കാസുർ ബാധിച്ച് മരണത്തെ മറന്നു പോകുന്ന ഒരവസ്ഥ വരരുത്, അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരവസ്ഥ വരരുത്. ദുനിയാവിൽ അങ്ങനെ അത്തരം ലയിച്ചു ചേരലുകളിൽ നമ്മൾ പെട്ടുപോകരുത്. ഇപ്പൊ സ്കൂൾ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹിജാബുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതിന്റെ ചർച്ചയാണ്. ഒരു വാപ്പക്ക് തോന്നാണ്, മോള് 8ാം ക്ലാസ്സിൽ പഠിച്ച മോളാണ്, ഹൈസ്കൂളാണല്ലോ, വലിയ കുട്ടിയായി നടത്തും. നമ്മൾ തന്നെ മൊത്തത്തിൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളുടെ ഒരു ഏജിലെത്തി എന്നാണ്. അപ്പൊ ആ കുട്ടിക്ക് ഹിജാബ് ധരിക്കണം എന്ന് ഒരു ബോധം വന്നപ്പോ ആ കുട്ടിക്ക് ഹിജാബ് ധരിക്കുകയാണ്. പക്ഷെ പറ്റില്ല എന്നാണ്. ഇസ്ലാമിക ക്രൈസ്തവ സമൂഹം വളരെയധികം വിശാലത പറയുന്ന, സ്നേഹം പറയുന്ന, അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് എല്ലാരെയും പൊതിയുന്ന, പക്ഷേ ഇത്തരം ഒരു കാര്യം വന്നപ്പോ ആ തലപ്പാവ് ധരിച്ച അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ നിന്നിട്ടാ പറയുന്നത് നീ ഇവിടെ പറ്റില്ല. അപ്പൊ ആ പിതാവ് നല്ലൊരു നിലപാടാണ് സ്വീകരിച്ചത്. കുഞ്ഞിനെ ഹിജാബ് ഇടിക്കാനുള്ള ശ്രമം അതും നല്ലൊരു നിലപാടാണ്. അതിന് അവസരമുണ്ടോ എന്ന് സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചു. അതിന്റെ കൂടെ ആരോ വന്നോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അതൊക്കെ വേറെ കാര്യമാണ്. ആ പിതാവ് അതായത് ചെയ്തത്, എന്റെ മോൾക്ക് അതിന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് 2ാം ദിവസവും അങ്ങനെ ഇട്ടിട്ട് പോവാൻ ആ കുട്ടി അതിന് അനുകൂലമാണ്, കുട്ടിയുടെ മനസ്സതിന് അനുകൂലമാണ്. അതുകൊണ്ടാണ് മീഡിയകൾ അത് മറച്ചു വെക്കുന്നത്. കുട്ടി അതിന് അനുകൂലമായി പറഞ്ഞത് മീഡിയകൾ മറച്ചു വെക്കുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ ആ ദുനിയാവ് അതിനേക്കാളും പ്രാധാന്യം ആ സ്കൂളിൽ നിന്ന് പോന്നാലും എന്റെ കുട്ടി ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന ഒരു മനസ്സ്, ഇത് നമ്മളുടെ മക്കളെയും കുടുംബത്തിന്റെയും ജോലിയുടെയും എല്ലാ കാര്യത്തിലും നമ്മൾ പുലർത്തേണ്ട ഒന്നാണ്. പരലോകത്തിന്, മരണത്തിന് ശേഷമുള്ള ലോകത്തിന് എന്റെ കുട്ടിക്കോ എനിക്കോ ഒരു അബദ്ധവും പറ്റുന്നില്ല, അപകടം ചെയ്യുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഉറപ്പുവരുത്തിക്കൊണ്ട് അടുത്ത താഴ്വര നോക്കുന്നുവെങ്കിൽ അവനെ കുറിച്ചല്ല പറയണം.
അവൻ ആ താഴ്വരയും അനുഗ്രഹമാക്കപ്പെടും. എന്നാൽ അതൊന്നുമില്ല, അത്തരം ചിന്തയൊന്നുമില്ലാതെ ആ ചിന്തയിൽ നിന്നൊക്കെ പുറകോട്ട് പോയി അവസാനം എന്തായി മാറുന്നു? അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായി അത്തരം മനുഷ്യന്മാർ മാറുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം. എന്താണ് അദ്ദേഹത്തിന്റെ പറ്റിയ വിഡ്ഢിത്തം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നേരത്തെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മരിച്ചു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഇതിലൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവൻ എന്തിനു വേണ്ടിയിട്ടാണോ ചിന്തകളും അവന്റെ സമയങ്ങളും ഒക്കെ ചെലവഴിച്ചത്, ദാരിദ്ര്യം ഒന്ന് നീങ്ങി കിട്ടാനുള്ള അധ്വാനത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. കുട്ടികളെയും കുടുംബത്തിന്റെ ദാരിദ്ര്യം പട്ടിണി ഒന്ന് മാറ്റി കിട്ടാനുള്ള അതിനെക്കുറിച്ച് അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ വീണ്ടും വീണ്ടും അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ദീനിനെയും മരണത്തെയും ഒക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? ഇതൊന്നും അവന് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വരുന്നു. പിന്നെന്താണ്? സ്വർണവുമില്ല, വെള്ളിയുമില്ല, പിന്നെ ഹദീസിൽ സൂചിപ്പിച്ച തൊങ്ങു വസ്ത്രങ്ങളോ കാറോ വീടോ ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുപോകാൻ സാധ്യമല്ല. തിരിച്ചു വന്നിട്ട് അവൻ പോയടത്തുനിന്ന് തിരിച്ചു വന്നിട്ട് ഈ പരലോകം ഒന്ന് നേടാം, പരലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കുറച്ചു കാലം ഒന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചാലോ അതും സാധ്യമല്ല. ഇവന്റെ ചിന്തയാണെങ്കിലോ മുഴുവനും ഇതിലായിരുന്നു. ഈ കാറും വീടും സൗകര്യവും കച്ചവടവും നിസ്കരിക്കുമ്പോൾ പോലും ഇതിന്റെ ചിന്തയാണ്. ഇതെങ്ങനെ ഉഷാറാക്കാമെന്ന ചിന്തയായിരുന്നതിനാൽ സൽക്കർമ്മങ്ങളൊക്കെ അതും ഉണ്ടായില്ല. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞതാണ്. ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, പരലോകത്ത് സ്വീകരിക്കുകയില്ല. ഇഹലോകത്ത് അവന് കൊടുക്കും, പക്ഷെ പരലോകത്ത്. അതുകൊണ്ടാണ് ഓരോന്നിനും നെയ്യത്ത് വേണം. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, നെയ്യത്തല്ലാതെ ഒരു കർമ്മവും ഇല്ല എന്നാണ്. 30 നോമ്പുണ്ടെങ്കിൽ 30 നോമ്പിനും 30 നെയ്യത്ത് വെക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഒരു ദിവസം നോമ്പ് നെയ്യത്ത് വെച്ചാൽ മറന്നുപോയാൽ അവന്റെ നോമ്പ് അവൻ തൗബ ചെയ്യണം. ആ നോമ്പ് ഓരോന്നും അതുകൊണ്ടാണല്ലോ ഈ 5 നേരം നമസ്കരിപ്പിക്കുന്നത്. ളുഹറിന്റെ ഇടയിൽ അസറിന്റെ ഇടയിൽ മറന്നുപോകരുത്. ഇതൊക്കെ ഇന്ന സ്വലാത്തി വനസുക്കി അള്ളാഹുവിനാണെന്നല്ല ഒരു ബോധം. ഇതൊക്കെ ഭാരമുള്ള കർമ്മമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളെ ഏറ്റെടുത്താൽ, അള്ളാഹുവിന് നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് എളുപ്പമാണ്. ഇത് നടക്കുക തന്നെ ചെയ്യും. നടക്കാത്ത ഒരു കാര്യമല്ല ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ മനസ്സ് നമ്മളാണത് മാറ്റി വെക്കേണ്ടത്, നമ്മളാണ് അതിലേക്ക് കൊടുക്കേണ്ടത്. മരിക്കുന്ന ദിവസം നോക്കൂ നിങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവത്തെ ഓർക്കാത്തവന്റെ സ്ഥിതി എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ്? അവനവന്റെ മരണമാണ്. ലോകത്ത് ഉടനീളം ആളുകൾ മരിച്ചാലും അത് അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ സംഭവമല്ല. അവന്റെ ഉമ്മ മരിച്ചാലും വാപ്പ മരിച്ചാലും ഭാര്യ മരിച്ചാലും മക്കൾ മുഴുവൻ മരിച്ചാലും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമല്ല അവനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യക്കാർ മുഴുവൻ മരിച്ചാലും അവന് സംഭവമല്ല. അവൻ വേറൊരു രാജ്യത്ത് പോയി അവന് ജീവിക്കാൻ പറ്റും. വേറെ രാജ്യത്ത് പോയിട്ട് ആ രാജ്യനിവാസികൾ മരിച്ചാൽ അവന് വേറെ രാജ്യത്തേക്ക് മാറാം. അതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമല്ല. പക്ഷെ അവന്റെ മരണം അത് എത്ര ആള് മരിച്ചാലും അവന്റെ മരണം ഏറ്റവും വലിയ സംഭവമാണ് ലോകത്തിലെ അവനെ സംബന്ധിച്ചിടത്തോളം. അതിനെ ഓർക്കാത്തവൻ, ഇത്തകാസുർ ബാധിച്ചവൻ, അൽഹാഖുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, കബറിടം കാണുന്നതിനെ മറന്നു പോകുന്നവൻ, അവനെ മറന്നുപോകും. ദുനിയാവിൽ ലയിച്ചു ചേർന്ന് കബറടക്കം അത് താഴെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് മറന്നു പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്ന രൂപം നോക്കൂ നിങ്ങൾ. കല്ലാ സൗഫ തഅലമുൻ സുമ്മ കല്ലാ സൗഫ തഅലമുൻ കല്ലാ ലൗ തഅലമുന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. അന്നിട്ട് എന്താ സംഭവിക്കാന്ന? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിന്നാർ. ഇവനിങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മുഴുവനാണ് ചോദ്യം ചെയ്യും. എന്തായി ആ പൈസ നീ ഇങ്ങനെ നേടിയത്? അവിടെ നീ ഹക്കും ബാത്തിലും നോക്കിയിരുന്നോ? ഇസ്രായേലിന്റെ സാധനം ഉൾപ്പെടെ വിൽക്കുന്നതിൽ നിന്നൊരു അല്പ ദിവസമെങ്കിലും മാറി വെക്കാൻ നീ തയ്യാറായിരുന്നു? മാറി നിൽക്കാൻ പണ്ഡിതന്മാർ ലോകം മുഴുവനും പറഞ്ഞല്ലോ, നിന്റെ ഈ കിട്ടുന്ന കാശുണ്ടല്ലോ നീ വാങ്ങുക വഴി അത് അങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ തൽക്കാലം അതൊന്നും വേണ്ടെന്ന് വെക്കാൻ നിനക്ക് സാധിച്ചോ? ഇല്ല, അതും കൂടെ അങ്ങോട്ട് നേടിയിട്ട് അങ്ങനെ ആക്ര കാണിച്ച് നീ അങ്ങോട്ട് പോവുകയാണോ ചെയ്തത്? അല്ല, അതൊക്കെ നോക്കി ഹക്കും ബാത്തിലും ഒക്കെ നോക്കി അള്ളാഹുവിന്റെ പൊരുത്തവും ലോകത്തിന്റെ കാരുണ്യവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ സമ്പാദിച്ചത്? അല്ല. ഇത്ര കാശ്, അങ്ങനെ ഓരോ കാശിന്റെയും അണാപ്പൈ മറുപടി പറയുമ്പോ അവൻ വിചാരിക്കുമെന്നാണ്. കൈകൾ കടിച്ചു മുറിച്ചുകൊണ്ട് നിരാശയോടുകൂടി അവൻ വിചാരിക്കും, ഇന്ന കാശ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഇന്ന സമ്പത്ത് എന്റെ ചേരെ വന്നില്ലായിരുന്നുവെങ്കിൽ, ആ സമ്പത്ത് അവൻ ആർത്തിയോടുകൂടി കൊണ്ടു നടന്ന ആ സമ്പത്ത് അവന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്ന് മനസ്സിൽ അതും ഏതാനും കാലം നിരാശപ്പെടുകയല്ല, ഖാലിദീന ഫിഹ അബദ, എന്നെന്നും അവന്റെ നിരാശ അവനെ ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ ഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഉണർത്തുന്നത്. അതുകൊണ്ട് വയതൂബുല്ലാഹു അലാ മൻ കാന, ആരെങ്കിലും തൗബ ചെയ്യുന്നുവെങ്കിൽ, ഇങ്ങനെ അർത്ഥമായ ഒരു മനസ്സുമായി നടക്കുന്നതില്ലെന്ന് ആരെങ്കിലും തൗബ ചെയ്യുന്നുവെങ്കിൽ അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ ആർത്തിയുടെ പിന്നാലെ പോയിട്ട് അവന്റെ ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടണം. ദീൻ, അള്ളാഹുവിന്റെ ദീൻ എത്തണം. ഇതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന വഴിയില് പിന്നെ മൈസൂരില് ഒരു പള്ളിയിൽ, ബസ് സ്റ്റാൻഡിനടുത്തുള്ള വലിയൊരു പള്ളി, 3-4 നിലയുള്ള ഒരു പള്ളി, ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കയറി. അവിടെ ഒക്കെ കോടാനു കോടികൾ കൊടുത്താലേ അത്തരം ഒരു പള്ളിയും സ്ഥലമൊക്കെ ഇപ്പൊ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും വലിയ. പക്ഷേ അവിടെ സുബഹിക്ക് എത്ര പേരാണുള്ളത്? ഒരു സ്റ്റെപ്പ് പോലും ആളില്ല. എന്നിട്ട് ഒരു കിങ്കരൻ എന്ന് തോന്നുന്ന, എനിക്ക് അങ്ങനെ തോന്നിയിരുന്ന അദ്ദേഹത്തെ കണ്ടിട്ട്, ഒരാളവിടെ ഇങ്ങനെ മിറാബില് വല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മൂപ്പരങ്ങട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ വലിയ ഇലാഹ ഇല്ലല്ലാഹ് പല തവണ അങ്ങോട്ട് ചൊല്ലുക. ബാക്കിയുള്ള ആളുകൾ, മസ്ബൂക്കായി വന്ന ആളുകളുണ്ട്, അവരുടെ നമസ്കാരം ഒന്നും പിന്നെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത കോലത്തിൽ. അത് കഴിഞ്ഞ് മൂപ്പര് സലാത്തുകളുടെ, വ്യത്യസ്തമായ സലാത്തുകളുടെ പരമ്പരകൾ, അതൊക്കെ എവിടുന്ന് കിട്ടി? അതൊന്നും ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഞാൻ പല പള്ളിയിലും, മൈസൂരിൽ തന്നെ, ബാംഗ്ലൂരിൽ തന്നെ പല പള്ളികളിൽ എവിടെയും കാണാത്ത ചില കാട്ടിക്കൂട്ടലുകൾ. എന്നിട്ട് എന്താണ്, ഇയാളുടെ കയ്യിലാണ്. കുറച്ചപ്പുറത്ത് നോക്കിയപ്പോ ഒരു 10-20 ചെറിയ മക്കളുണ്ട്, പിഞ്ചു മക്കൾ. ആ പിഞ്ചു മക്കൾക്ക് ഇതിനു വേണ്ടി അത്ര ഫ്ലോറുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. വേറെ ഒന്നും അവിടെ ഇല്ല, വേറെ ഒന്നുമില്ല. ഈ ഒരു ജുമാക്കാരോ കുറച്ച് ആളുകൾ ഒന്നുകൂടും എന്നതല്ലാതെ ബാക്കിയുള്ള ഈ ഫ്ലോറുകൾ മുഴുവനും ഒരു ഉന്നതമായ ടൗണിൽ. നമ്മൾ ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഇത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ നമ്മൾക്കതിൽ റോളുണ്ട്. നമ്മുടെ കച്ചവടം വികസിക്കുന്നത് പോലെ തന്നെ ഈ ദീനിന്റെ നോക്കൂ. നിങ്ങൾ അത് ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങോട്ട് വന്നു നോക്കിയാലോ, കള്ള് കുടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ താങ്ങിയിട്ട് കിട്ടുന്നില്ല അവന്റെ സുഹൃത്തിന്. കുടിച്ചിട്ടും കെട്ടിൽ ലെക്ക് കെട്ടിട്ട്, അതും ഒരു 100 കണക്കിന് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കോലത്തിലൊക്കെ നാട് നശിക്കാൻ വിട്ടിട്ട് നമ്മളിപ്പോഴും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടേക്ക് എന്തെങ്കിലും നല്ല ബോധവൽക്കരണം നടത്തുന്ന സംവിധാനം, സക്കാത്ത് സംവിധാനവും സംസ്കരണ സംവിധാനം കൊണ്ടുവരാൻ പറ്റുമോ? ഇതൊന്നും ചിന്തയിൽ ഇല്ലാതെ പോകരുത്. നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അങ്ങനെ നമ്മൾ ചില ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതാണ് വലിയ വലിയ സംവിധാനങ്ങളായിട്ട് ലോകത്ത് ഉയർന്നു വരിക, സദഖത്തും ജാരിയകളായിട്ട് വരിക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇറങ്ങിയാലോ, ഇത്തരം ആവശ്യങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും ഇസ്ലാമികമായ മുന്നേറ്റത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലോ അള്ളാഹു നമ്മുടെ സമ്പത്ത് കുറക്കുകയല്ല ചെയ്യുക. അള്ളാഹു ധാരാളമായി വീണ്ടും വീണ്ടും ഈ ലോകത്ത് തന്നെ തരും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അത്തരം സമ്പത്ത് നമ്മൾ നേടേണ്ടതുണ്ട്. അള്ളാഹുവിനെ സഹായിച്ചിട്ടുള്ള ഒരു സമ്പത്തുണ്ട് ഇവിടെ. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന മാർഗത്തിൽ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള ഒരു സമ്പത്തിക ശേഖരണമുണ്ട് ഇവിടെ. അത് നമ്മൾ നേടിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കും നിങ്ങൾ, സൂറത്ത് ശൂറ 20-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി. യാതൊരുവൻ പരലോകത്തെ വിളവാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നാം അവനത് സമൃദ്ധിയായി തന്നെ നൽകും. പരലോകം കണ്ട് ആഗ്രഹിച്ചാൽ തന്നെ മതി, സമൃദ്ധിയായി നൽകുന്നവർ. അങ്ങനെ ഒരു ചിന്തന അല്ലെങ്കിലോ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? ആരാണോ നോക്കും നിങ്ങൾ, ധാരാളം നൽകുമെന്ന് പറഞ്ഞിരിക്കും. എന്നാൽ പരലോകത്ത് വെച്ചിട്ട് പരലോകത്തെ ആഗ്രഹിച്ചാൽ, മരണത്തിന് ശേഷം ഖബറിൽ വെച്ചിട്ട് പരലോകത്തെ ആഗ്രഹിച്ചാൽ, അവൻ അട്ടഹസിച്ചാലും വരി ഒന്നും കൂടി തരാൻ അള്ളാഹു സ്വീകരിക്കില്ല. അവന്റെ അടുത്ത് ഒരു കമലും അള്ളാഹു സ്വീകരിക്കില്ല. എന്നാൽ ഇഹലോകത്ത് അങ്ങനെയല്ല. അവനൊന്ന് ആഗ്രഹിച്ചാൽ തന്നെ, ഒരടി എന്റെ അടുത്തേക്ക് വന്നാൽ ഒരു മാറ് ഞാൻ വരും. അവനൊരു മുഴം വന്നാൽ, അത് നീ നടന്നു വന്നാൽ അവന്റെ അടുത്തേക്ക് ഓടി ഞാൻ ചെല്ലും അവന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നേരെ തന്നെ നസായിക്കൊണ്ട് പറയുകയാണ്. ഹദീസ് പോലും അല്ലല്ലോ ഇത്. ആരെങ്കിലും പരലോകത്തെ വിളവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവന് നാം അത് സമൃദ്ധിയായി തന്നെ നൽകും. വമൻ കാന യുരീദു ഹർസദ് ദുനിയ, എന്നാൽ ആരെങ്കിലും ഇഹലോകത്തെ വിളവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഇവിടത്തെ വളർച്ച, ഇവിടത്തെ മികവ്, പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഇഹലോകത്ത് അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവന് നാം അത് നൽകുകയൊക്കെ ചെയ്യും. തീരെ നൽകൂലെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴവന് പരലോകത്തിൽ ഒരു തരത്തിലുള്ള വിഭവവും ഉണ്ടാവുകയില്ല. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, നസീബിന്റെ ഒരു കണിക പോലും നാളെ പരലോകത്ത് അവന് നൽകുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരലോകത്തെ വിളവ് ആഗ്രഹിക്കണം. നേരത്തെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം അവനവന്റെ മരണമാണ്. ആ അവനവന്റെ മരണ ദിവസം മുതൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടണം, അവിടെ എനിക്ക് കിട്ടിയേ പറ്റൂ. അതിനുതകാത്തത് ഇതാ ഞാനിതാ ഒഴിവാക്കിയിരിക്കുന്നു, അതിന് ഉതകുന്നത് ഇതാ ഞാനിതാ സ്വീകരിക്കുന്നു. ഈ ഒരു മനസ്സ് ഒരു തീരുമാനമെടുക്കാൻ, നമ്മള് സ്ട്രോക്ക് ബാധിക്കാൻ കാത്തിരിക്കരുത്. നമുക്ക് പിന്നീട്